അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷ 2024 ഒക്ടോബർ 30-ന്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2024 ഡിസംബറിൽ തന്നെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. സിമിലർ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഈ രണ്ട് എക്സാമുകൾക്കും ഒരേ സമയം പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കായി ടെക് PSC ഒരുക്കുന്നു ഒരു സന്തോഷ വാർത്ത. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നീ ഉയർന്ന സർക്കാർ ജോലികൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ടെക് PSC ഒരുക്കുന്ന ഒരൊറ്റ കോംബോ പാക്കേജിലൂടെ. മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, topic wise multiple choice questions with detailed explanation, PSC model mock ടെസ്റ്റുകൾ with feedback, എക്സാം തീയതി വരെയും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ഓഗസ്റ്റ് 10 വരെ ജോയിൻ ചെയ്യുന്നവർക്ക് ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറിൽ വെറും 4999 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനായി സാധിക്കും. ഹലോ ഫ്രണ്ട്സ്, അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ അപ്ഡേറ്റഡ് സിലബസ് പ്രകാരമുള്ള എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ 2 ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഗ്ലാസ് ആൻഡ് സിമെൻറ്റ്. അപ്പോൾ ആദ്യം ഗ്ലാസ് വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ഗ്ലാസ്? അപ്പോൾ ഗ്ലാസ് നമ്മളൊക്കെ കണ്ടിട്ട് ഉള്ള ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ നമ്മൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ നമുക്ക് സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ചില ടൈപ്സ് ഓഫ് ഗ്ലാസസും അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ പ്രത്യേകതകളും നമുക്ക് പഠിക്കാനുണ്ട്. Glass is an inorganic solid and amorphous material that is transparent in appearance. അപ്പോൾ എന്താണ് അമോർഫസ് മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം നമ്മൾ കെമിക്കൽ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ടേംസിൽ നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവലിൽ മെറ്റീരിയൽസിനെ നമ്മൾ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ 2 ടൈപ്പ് മെറ്റീരിയൽസ് ആയിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം, ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ആൻഡ് അമോർഫസ് മെറ്റീരിയൽസ്. ഇപ്പോൾ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ എന്ന് വെച്ചാൽ അതിൻ്റെ മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന് ഒരു 3 ഡയമെൻഷണൽ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. എന്നാൽ അമോർഫസ് മെറ്റീരിയൽസിന് അഥവാ നോൺ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ആണെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഈ പാർട്ടിക്കിൾസിന് ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അമോർഫസ് അഥവാ നോൺ ക്രിസ്റ്റലൈൻ മെറ്റീരിയലാണ് ഗ്ലാസ്. ഇറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ് ഇൻ അപ്പിയറൻസ്. ഇനി ഇത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. അതായത് സാൻഡിൽ നിന്നും മണ്ണിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന സിലിക്കയാണ് നമ്മൾ ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡ്. ഈ റോ മെറ്റീരിയൽസിനെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലേക്ക് അറൗണ്ട് 1500 ഡിഗ്രി സെൽഷ്യസിലേക്ക് ബേൺ ചെയ്ത് മെറ്റീരിയൽസിനെല്ലാം ഒരുമിച്ച് ഫ്യൂസ് ചെയ്തിട്ട് കൂൾ ചെയ്തെടുത്താണ് പിന്നീട് പല പ്രോസസ്സ് ഉണ്ട്, അനീലിംഗ് പോലുള്ള പല പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഗ്ലാസ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ഇനി സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്ലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അമോർഫസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് ബ്രിട്ടിൽ. ബ്രിട്ടിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സ്വഭാവമുള്ള മെറ്റീരിയൽസിനെയാണ് ബ്രിട്ടിൽ മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ഗുഡ് ഇൻസുലേറ്റർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കടത്തിവിടാത്ത ഒരു ഗുഡ് ഇൻസുലേറ്റർ ആണ് ഗ്ലാസ്. ഇറ്റ് ഈസ് അൺഅഫക്റ്റഡ് ബൈ എയർ, വാട്ടർ, ആസിഡ്സ് ആൻഡ് കെമിക്കൽസ്. അപ്പോൾ നമ്മൾ പൊതുവേ കണ്ടിട്ടുണ്ടായിരിക്കും ലബോറട്ടറിയിൽ ലാബിലൊക്കെ പല കണ്ടെയ്നേഴ്സും ഒക്കെ ഈ ഗ്ലാസ് യൂസ് ചെയ്തിട്ടായിരിക്കും മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാകുക. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടെയ്നേഴ്സിലെല്ലാം സ്റ്റോർ ചെയ്യുന്ന ആസിഡ്സ് അല്ലെങ്കിൽ ആൽക്കലീസ്, കെമിക്കൽസ് ഒന്നും ഗ്ലാസ്സിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഗ്ലാസ് ഈ കെമിക്കൽ അറ്റാക്കിൽ നിന്നും റെസിസ്റ്റൻ്റ് ആണ്. കൂടാതെ വാട്ടർ ആയാലും എയർ ആയാലും ഇതിനൊന്നും ഗ്ലാസ്സിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് വെരി റെസിസ്റ്റൻറ്റ് ടു എയർ, വാട്ടർ, ആസിഡ്സ് ആൻഡ് കെമിക്കൽസ്. ഇനി നമുക്ക് സിലബസിൽ സ്പെസിഫൈ ചെയ്ത ചില സ്പെസിഫിക് ടൈപ്സ് ഓഫ് ഗ്ലാസ്സസ് ഉണ്ട്, അവയെക്കുറിച്ച് നോക്കാം. ആദ്യത്തേതാണ് സോഡ ലൈം ഗ്ലാസ്. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പ് ഗ്ലാസ് ആണ് ഈ സോഡ ലൈം ഗ്ലാസ്. ഓൾമോസ്റ്റ് 90% നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഗ്ലാസ് സോഡ ലൈം ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മൾ പൊതുവേ കാണുന്ന ഗ്ലാസിൻ്റെ കുപ്പികൾ, അതുപോലെ മരുന്നിൻ്റെ മെഡിസിൻ ബോട്ടിൽസ്, ഇവയെല്ലാം സോഡ ലൈം ഗ്ലാസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് തരുന്ന ബോട്ടിൽസ്, ഇതെല്ലാം സോഡ ലൈം ഗ്ലാസ്സസ് ആണ്. ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് Ne2O CaO6 SiO2. In soda lime glass is the most common type of glass that is produced by melting soda, lime, silica, alumina in a furnace at temperatures up to 1675 degree Celsius.
ഇപ്പോൾ സോഡ ലൈം ഗ്ലാസിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇതിൻ്റെ കോമ്പസിഷനാണ്. എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതേപോലെ സോഡ ലൈം ഗ്ലാസ്സിന് മറ്റ് പേരുകളുണ്ട്. സോഫ്റ്റ് ഗ്ലാസ് ഓർ കമേഴ്ഷ്യൽ ഗ്ലാസ് എന്നും സോഡ ലൈം ഗ്ലാസിനെ വിളിക്കാറുണ്ട്. ഇനി ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് കാൽഷ്യം സിലിക്കേറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ കെമിക്കൽ കോമ്പോസിഷൻ പഠിച്ചപ്പോൾ തന്നെ അതിൽ സോഡിയം സിലിക്കേറ്റും കാൽഷ്യം സിലിക്കേറ്റും വരുന്നുണ്ട്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ക്ലിയർ സ്റ്റേറ്റ്, ഈസിലി ഫ്യൂസിബിൾ അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്. ചെറിയ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ തന്നെ ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ സോഫ്റ്റ് ഗ്ലാസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വിൻഡോ പെയിൻസ്, പിപ്പറ്റ്സ്, ബ്യൂററ്റ്സ് എക്സെട്ര. ഈ ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഗ്ലാസ് അപ്പാരറ്റസ് ആണ് ഈ പിപ്പറ്റും ബ്യൂററ്റും ഒക്കെ. ഇത് ഹീറ്റ് ചെയ്യാത്ത, അതായത് നമുക്ക് ഹീറ്റ് അപ്ലൈ ചെയ്യേണ്ടാത്ത കണ്ടെയ്നേഴ്സിലെല്ലാം നമുക്ക് ഈ സോഡ ലൈം ഗ്ലാസ് യൂസ് ചെയ്ത് നമുക്ക് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് മാനുഫാക്ചർ ചെയ്യാം. അപ്പോൾ സോഡ ലൈം ഗ്ലാസിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ നമ്മൾ പഠിച്ചു. Na2O CaO6 SiO2. ഇനി ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് അറൌണ്ട് 1675 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിൻ്റെ കോമ്പോസിഷനിൽ വരുന്നത് സോഡ ലൈം, സിലിക്ക, അലൂമിനയാണ്. സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ സോഡിയം സിലിക്കേറ്റ് ആൻഡ് കാൽഷ്യം സിലിക്കേറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇതിനെ സോഫ്റ്റ് ഗ്ലാസ്, കമേഴ്ഷ്യൽ ഗ്ലാസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഈസിലി ഫ്യൂസിബിൾ അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്. ആപ്ലിക്കേഷൻസ് വരുന്നത് ഇതേപോലെ വിൻഡോ പാനൽസ് ആയിട്ട്, അതേപോലെ നമുക്ക് ലാബിൽ തന്നെ ഹീറ്റ് ചെയ്യേണ്ടാത്ത അപ്പാരറ്റസ് ആയിട്ടൊക്കെ ഈ ഗ്ലാസ് യൂസ് ചെയ്യും. അടുത്തത് സേഫ്റ്റി ഗ്ലാസ് അല്ലെങ്കിൽ ഷാറ്റർ പ്രൂഫ് ഗ്ലാസ്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പല കാറുകളിലൊക്കെ ഈ ഫ്രണ്ടിൽ വരുന്ന വിൻഷീൽഡ് ഇപ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുമ്പോഴും ഈ ഗ്ലാസ് പൊട്ടിത്തെറിക്കാറില്ല. ഈ ഫിഗറിൽ കാണുന്ന കൂട്ട് തന്നെ ക്രാക്ക് വീണ് കഴിഞ്ഞാലും അത് ആ ക്രാക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കും. അപ്പം ഇങ്ങനെ ചെതറിപ്പോകാതെ, ഷാറ്റർ ചെയ്ത് പോകാത്തത് ഇത് സേഫ്റ്റി ഗ്ലാസ് ഓർ ഷാറ്റർ പ്രൂഫ് ഗ്ലാസ് ആയതുകൊണ്ടാണ്. ഇനി എന്താണ് ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിലെ പ്രത്യേകത? ഇങ്ങനത്തെ ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഗ്ലാസിൻ്റെ ലെയേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് PVC പോളിത്തീൻ്റെ ഒരു ഷീറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്യും. ഈ പോളിത്തീൻ ഷീറ്റാണ് ഈ ഗ്ലാസസ് ചെതറിപ്പോവാതെ, ഗ്ലാസ് പീസസിനെ ചെതറിപ്പോവാതെ പിടിച്ച് നിർത്തുന്നത്. It is formed by placing plastic polyvinyl butyryl sheets between two plates of glass. Laminated glass എന്നൊരു പേരും ഇതിനുണ്ട്. Laminated glass is more resistant to fracture than monolithic glasses, but in case of fracture, the PVC interlayer holds the fragments in place. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത്? വിൻഷീൽഡ് ഇൻ ഓട്ടോമൊബൈൽസ്, എയർക്രാഫ്റ്റ്സിലൊക്കെ. കാരണം എയർക്രാഫ്റ്റ്സ് ഒക്കെ ഹൈ പ്രഷറും ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ ഒരുപാട് വരുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഓട്ടോമൊബൈൽസ് ആയതുകൊണ്ട് തന്നെ ഈ ഗ്ലാസസ് ഒക്കെ നമ്മൾ സേഫ്റ്റി ഗ്ലാസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഡിഫെൻസ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇനി ഇത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിൽ നമ്മുടെ സാധാ ഷീറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഗ്ലാസ് എന്ന് വിളിക്കാം, അതിൻ്റെ കൂടെ PVC ഷീറ്റ് കൂടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സേഫ്റ്റി ഗ്ലാസിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇതിൻ്റെ ഈ ഒരു സാൻഡ്വിച്ച് സ്ട്രക്ചറാണ്. അതായത് ഗ്ലാസ് ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ PVC ഷീറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ്. അടുത്തത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസിൻ്റെ ട്രേഡ് നെയിമാണ് പൈറെക്സ്. നമ്മൾ ലാബിൽ നേരത്തെ പറഞ്ഞു ഹീറ്റ് ചെയ്യേണ്ടാത്ത കണ്ടെയ്നേഴ്സിനെയെല്ലാം നമ്മൾ സോഡ ലൈം ഗ്ലാസ് യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുമെന്ന്. എന്നാൽ ഹീറ്റ് ചെയ്യേണ്ട കണ്ടെയ്നേഴ്സിനൊക്കെ, അതേപോലെ ചില യുടെൻസിൽസ് ഗ്ലാസിൻ്റെ മാനുഫാക്ചർ ചെയ്യാറുണ്ട് നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ യുടെൻസിൽസ്, അതായത് ഹീറ്റ് അപ്ലൈ ചെയ്യേണ്ട യുടെൻസിൽസ് അല്ലെങ്കിൽ അപ്പാരറ്റസിനൊക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പൈറെക്സ്. ഇത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് 70 to 80% സിലിക്ക പ്ലസ് 7 to 13% ബോറിക് ആസിഡ് ആൻഡ് സം അലൂമിനിയം ഓക്സൈഡ് ആൻഡ് ആൽക്കലീസ് ഇവ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൈറെക്സ് മാനുഫാക്ചർ ചെയ്തിരുന്നത്. അപ്പോൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസിൻ്റെ ട്രേഡ് നെയിം ഓർത്തോണം, ഇറ്റ് ഈസ് പൈറെക്സ്. ഇറ്റ് ഹാസ് ഗുഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി, തേർമൽ ഷോക്ക് റെസിസ്റ്റൻസ്. അതായത് ഹൈ ടെമ്പറേച്ചേഴ്സിലും ഇതിന് ക്രാക്ക് ഒന്നും വീഴാതെ വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹീറ്റ് ചെയ്യേണ്ട അപ്പാരറ്റസ് കണ്ടെയ്നേഴ്സൊക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ലാബ് അപ്പാരറ്റസ് എക്സെട്ര. അപ്പോൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസിൻ്റെ ട്രേഡ് നെയിം ഓർത്തോളുക, പൈറെക്സ്. ഇത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ സിലിക്ക, ബോറിക് ആസിഡ്, അലൂമിനിയം ഓക്സൈഡ് ആൻഡ് ആൽക്കലീസ് ആണ് യൂസ് ചെയ്യുന്നത്. തേർമൽ ഷോക്ക് റെസിസ്റ്റൻ്റ് ആണ് എന്നും ഓർത്തോളുക. അടുത്തത് കളേർഡ് ഗ്ലാസ് ആണ്. ഇപ്പോൾ കളേർഡ് ഗ്ലാസ് നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അതിൽ നമുക്ക് കളർ പിഗ്മെൻറ്റ്സ് ആഡ് ചെയ്ത് കളേർഡ് ആയിട്ട് ഇതിനെ മാനുഫാക്ചർ ചെയ്യാം. അപ്പോൾ ഇവിടെ കളേർഡ് ഗ്ലാസിൻ്റെ മറ്റൊരു പേര് ടിൻറ്റഡ് ഗ്ലാസ്. ഇനി ഈ ടിൻറ്റഡ് ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് മെറ്റൽ ഓക്സൈഡ്സ് ആർ ആഡഡ് ടു മോൾട്ടൺ ഗ്ലാസ്.
ഈ ഗ്ലാസ് നമ്മൾ ഫർണസിലിട്ട് മെൽറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളിതിലേക്ക് ചില മെറ്റൽ ഓക്സൈഡ്സ് കൂടെ ആഡ് ചെയ്തിട്ടാണ് അതിന് ഈ കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഓരോ സ്പെസിഫിക് കളർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന മെറ്റാലിക് അയൺസ് ഏതൊക്കെയാണെന്നുണ്ട് ഒന്ന് നോക്കാം. ഗ്രീൻ കളർ പ്രൊവൈഡ് ചെയ്യാൻ അയൺ ഓക്സൈഡാണ് ആഡ് ചെയ്യുന്നത്. സൾഫർ ആഡ് ചെയ്താൽ ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യാം. മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്താൽ ബ്ലാക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യാം. കൊബാൾട്ട് ആഡ് ചെയ്യുന്നത് ബ്ലൂ കളർ ഗ്ലാസ്സിന് പ്രൊവൈഡ് ചെയ്യും. ക്രോമിയം ഡാർക്ക് ഗ്രീൻ കളേർഡ് ഗ്ലാസ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ആഡ് ചെയ്യുന്നത്. ടൈറ്റാനിയം യെല്ലോയിഷ് ബ്രൗൺ കളർ പ്രൊവൈഡ് ചെയ്യും. യുറാനിയം യെല്ലോ കളർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ കളേർഡ് ഗ്ലാസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അവസാനത്തെ ഗ്ലാസിൻ്റെ ഒരു ടോപ്പിക്കായിരുന്നു ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസിൻ്റെ മറ്റ് പേരുകളാണ് ഫോട്ടോ സ്ട്രക്ചറബിൾ ഗ്ലാസ് ഓർ ഫോട്ടോ മെഷീനബിൾ ഗ്ലാസ്. അപ്പോൾ എന്താണ് ഈ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ്? അപ്പം ഈ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ്സിൽ നമ്മൾ UV റേഡിയേഷൻ പാസ് ചെയ്യുവാണെങ്കിൽ ഇനീഷ്യലി അതിനുള്ളിൽ ഒരു ലേറ്റൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ, ചില കളറ് ഡിസൈനൊക്കെ അതിൽ ജനറേറ്റ് ആവും. എന്നാൽ ഇത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല. ഈ ലേറ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ആവുന്ന പാറ്റേൺസ് എല്ലാം വിസിബിൾ ആവണമെങ്കിൽ ഇതിനെ ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യണം. അങ്ങനെ ഹീറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഈ പിക്ചേഴ്സ് അല്ലെങ്കിൽ പാറ്റേൺസ് ഒക്കെ നമുക്ക് വിസിബിളായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ്സിനെയാണ്, അതായത് UV റേഡിയേഷൻ, ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ, UV പോലത്തെ റേഡിയേഷൻ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ പാറ്റേൺസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗ്ലാസ്സിനെയാണ് നമ്മൾ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് എന്ന് വിളിക്കുന്നത്. Photosensitive glass is a glass onto which images can be etched using short wave radiation such as ultraviolet radiations. These are glasses by which a colored picture may be developed by exposing the glass to black and white negative in ultraviolet light. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് പ്ലേസ് ചെയ്ത് UV ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് കളേർഡ് പിക്ചറൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതലും ഫോട്ടോഗ്രാഫിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. അപ്രോപ്രിയേറ്റ് പ്രൊപ്പോർഷൻസ് ഓഫ് പൊട്ടാഷ് അലൂമിന ഗ്ലാസ് മിക്സ്ഡ് വിത്ത് LiSO3, സീരിയം ആൻഡ് സിൽവർ സോൾട്ട്സ് ഹാവ് ഓൾസോ ബീൻ യൂസ്ഡ് ആസ് ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസസ്. അപ്പോൾ ഇത്രയാണ് ഗ്ലാസ് എന്ന പോർഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഗ്ലാസിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ നമ്മൾ കുറച്ച് സിലബസിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് പറഞ്ഞു, അതിൻ്റെ കോമ്പോസിഷന്, അതേപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ വരുന്നു, പ്രത്യേകം എന്തെങ്കിലും എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതും പഠിച്ചു വെക്കണം. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷ 2024 ഒക്ടോബർ 30. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2024 ഡിസംബറിൽ തന്നെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. സിമിലർ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഈ 2 എക്സാമുകൾക്കും ഒരേ സമയം പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ടെക് PSC ഒരുക്കുന്നു ഒരു സന്തോഷ വാർത്ത. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നീ ഉയർന്ന സർക്കാർ ജോലികൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ടെക് PSC ഒരുക്കുന്ന ഒരൊറ്റ കോംബോ പാക്കേജിലൂടെ. മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, എക്സാം തീയതി വരെയും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ഓഗസ്റ്റ് 10 വരെ ജോയിൻ ചെയ്യുന്നവർക്ക് ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറിൽ വെറും 4,999 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനായി സാധിക്കും.